ഹലോ, ഇത് ഞാൻ ഗാർഡനിൽ പോയി ചെടിയൊന്നും മേടിച്ചുകൊണ്ട് വരുന്നതല്ല. ഇതെൻ്റെ കടയുടെ മുമ്പിൽ ഇരുന്ന് ചെടി ഞാൻ എടുത്തുകൊണ്ട് വരുന്നതാണ്. അവിടെ ഇരുന്ന് ഓരോരുത്തർ പറക്കിക്കൊണ്ട് പോകുന്നു. അങ്ങനെ പിന്നെ ഒരു ലോഡ് സാധനം, ഈ ഒരു ഓട്ടോയിൽ കൊണ്ടുവന്ന സാധനം ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൊണ്ടുവന്നത് ഇറച്ചിയാണ്. ഇറച്ചി, ചിക്കൻ നട്ട്സ്, മോമോസ്, ഫ്രഞ്ച് ഫ്രൈസ്, ഇതെല്ലാം ഈ ഫ്രീസറിൽ നിറയെ ഇരിക്കുകയാണ്. ഇതെൻ്റെ മരുമോളെ കാത്തിരിക്കുകയാണ്, പാത്തുവിനെ. പാത്തു വരുന്നുണ്ടോ? നിന്നെ കാത്തിരുന്നത് വിഷമിച്ചിരിക്കുകയാണ്. ഇത് ഐസ്ക്രീമല്ല, തേങ്ങ തിരുവി വെച്ചേക്കുക. അങ്ങനെ അതിൽ കൊള്ളുന്നില്ല. ഞാൻ എങ്ങനെയായാലും അതിനകത്തോട്ട് ഇടിച്ച് കയറ്റി വെച്ച്. 2 തട്ടി നിറയെ സാധനങ്ങളുണ്ട്. മരുമോളെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ വണ്ടിയുടെ താക്കോൽ കൊണ്ടൊന്ന് ബാഗിനകത്തിട്ട് പെരക്കകത്തോണ്ട് വെച്ചത്. ഇനി അതും എടുത്തുകൊണ്ട് പോവുക. വണ്ടിയുടെ അടിയിൽ വരെ സാധനങ്ങളുണ്ട്. ഇത് ചപ്പാത്തിയും പാലും പാത്രവുമാണ്. ഫ്ലാസ്കും ഉണ്ട് അതിനകത്ത്. അതങ്ങ് പെരക്കകത്തോട്ട് കൊണ്ടുവയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അത് ആവശ്യക്കാരെടുത്തോണ്ട് പോകും. പിന്നെ ഈ ചെടിയെല്ലാം പറക്കി നമ്മുടെ അള്ളി പട്ടിയെ കെട്ടിയിട്ട് ഇടത്തോട്ട് കൊണ്ടുവയ്ക്കാം. നാളെ ഇനി രാവിലെ മീൻ മേടിക്കാൻ വരുമ്പോൾ എന്തൊരു പാടാവുന്നുണ്ടോ. പിന്നീട് നമുക്കിനി അടുത്ത ഓരോ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്ത സഞ്ചിക്കകത്ത് നമ്മുടെ രാജാവിൻ്റെ ഇന്നലെ കൊണ്ടുപോയ ചെരുപ്പാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുപോയ ചെരുപ്പ് ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം, അല്ലെങ്കിലേ രാജാവ് വിഷമിക്കും. അഥവാ നമ്മൾ പെട്ടെന്ന് ചത്തുപോയ രാജാവ് ഇതൊന്നും ചെയ്തു കൊടുക്കാൻ ആളില്ലാതെ വിഷമിക്കുമല്ലോ. അതുകൊണ്ട് അങ്ങനെ പറ്റിക്കാം നമുക്ക് രാജാവിനെ. പിന്നെ ഇതൊക്കെ അങ്ങോട്ട് കിടക്കട്ടെ. അടുത്തത് ഒരു സഞ്ചിയും കൂടെ ഉണ്ട്. കണ്ടോ, ചെരുപ്പ് സെറ്റായിട്ടുണ്ട്. ഇനി ഒരു സഞ്ചിയും കൂടെ ഉണ്ട്. അതും എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇനി അടുത്ത മെയിൻ സാധനം എടുക്കാം. കണ്ടോണേ, ഇപ്പം കാണിച്ചു തരാം. ടണ്ടടേ, ഇത് കണ്ടോ, ഇതാണ്. ഒരു ട്രേ മുട്ട മേടിച്ചു. എന്നിട്ട് ഇതിനകത്തോട്ട് ഇടിച്ചുറയ്ക്കങ്ങ് വെച്ചു. മുട്ട ദേ പൊട്ടിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എളുപ്പമുണ്ട് എടുത്ത് തിന്നാൻ. ഇനി ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് പറക്കി കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റേ കവർ കെട്ടി വെച്ചേക്കുന്ന മുട്ടയെല്ലാം കൂടെ അതിനകത്ത് കൊള്ളത്തില്ലായിരുന്നു. ട്രേ ഇടിച്ച് ഞണുക്കി എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് ഇറക്കി വെച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കവർ പാലെടുത്തു. എന്നിട്ട് പാത്തിലൂടെയുള്ള കയറുവിന്, പാത്ത് വരാത്ത എന്താണെന്നുള്ള കയറുവിന് ഞാൻ വിചാരിച്ചു കുങ്കുമപ്പൂ ഇട്ട് പാലങ്ങ് കാച്ചി കുടിച്ചല്ലോ. പിന്നെ വിചാരിച്ചു വേണ്ട, ഷുഗറല്ലേ, പെട്ടെന്ന് ചാവും. ഇത്രയേ ഉള്ളൂ ഗൈസ്.